നമുക്ക് പെട്ടെന്ന് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും ഒരു 4 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 4 വെല്ലുള്ളിയാണ്, മീഡിയം സൈസിലുള്ള വെല്ലുള്ളിയാണ്, 4 എണ്ണം അരിഞ്ഞ് നല്ല നൈസായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വിസിലെടുക്കുമ്പോൾ ഇത് അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെറും 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ. നമുക്കിതൊന്ന് 2 വിസിലെടുക്കാം. ഇതൊന്ന് ആവി പോയതിന് ശേഷം നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് കയ്യിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കിലോ ചിക്കനാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാതാണ്, വെള്ളം ഇല്ലാതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ കുക്ക് ചെയ്തെടുക്കണേ, നല്ല ഗ്രേവി നല്ല തിക്കായിട്ടുള്ളത് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂട്ടിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കൂറി വന്ന വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നോളൂ. നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുമ്പം ഗ്രേവി ലൂസായി പോവുക. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കും പത്തിരിക്കും ചോറിനൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കുക. ഒരുപാട് ഉള്ളി താളിച്ചൊന്നും സമയം നമുക്ക് വേസ്റ്റ് ആക്കേണ്ടതില്ല. വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.